കല്യാണം എന്നൊരു കിംവദന്തി നമ്മൾ എവിടെയോ കേട്ട മാതിരി ഇരിക്ക്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അനുവിന് പറയാനുള്ളത്? ഈ വർഷം ഉണ്ടാവോ? ഇത് ഞങ്ങളുടെ ചോദ്യമൊന്നും അല്ല കേട്ടോ, ഇവിടെ പലരും വന്ന ചോദ്യമാണ്. അപ്പൊ എന്തായാലും ആ പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? നിങ്ങൾക്കൊരു സത്യത്തിന് വകയുണ്ടോ? നമുക്ക് എല്ലാം അറിയാം, എന്നിട്ട് അറിയാത്ത ഭാഗത്ത് നിൽക്കാറ്. ശരിക്കും പറഞ്ഞ എനിക്ക് കല്യാണമൊന്നും ആയിട്ടില്ല. സത്യം. സന്തോഷമായോ? കല്യാണം കഴിച്ചാണോ? അല്ല. അപ്പോൾ സന്തോഷം അല്ല, സീരിയസ്ലി എനിക്ക് കല്യാണം ആയിട്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബിനീഷേട്ടന്റെ കല്യാണത്തിന് പോയപ്പോ ഞാൻ വെറുതെ തമാശക്കാണ് എനിക്ക് കല്യാണം ആയെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. കല്യാണമൊന്നും ആയിട്ടില്ല, കല്യാണം നോക്കുന്നുണ്ട്. ഈ വർഷം കൂടി കല്യാണം നടത്തണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും ആയിട്ടില്ല, നോക്കുന്നുണ്ട്. അനുമോള് പറ്റിച്ചു ഗൈസ്. അനുമോള് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു തമാശ ബിഗ് ബോസിനുള്ളിൽ കാണിച്ചപ്പോഴത്തേക്കും ഉണ്ടായ കോലാഹലങ്ങളും അനുമോൾക്ക് എത്രത്തോളം നെഗറ്റിവിറ്റി ആ ഒരു ടൈമിൽ ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടൊരു കാര്യം തന്നെയാണ്. അതുപോലൊരു തമാശയാണ് അനുമോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് ബിനീഷിന്റെ കല്യാണത്തിന് വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്യാമറ പിടിച്ചുകൊണ്ട് കുറെ അമ്മമാരിങ്ങനെ പറയുകയെന്ന് ചെന്ന് ഒരു കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അനുമോൾ പെട്ടെന്ന് സഡനായിട്ട് പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു, എന്റെ കല്യാണമായിട്ടോ എന്നുള്ള കാര്യത്തിൽ. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവരെടുത്തിട്ട പേരാണ് അനീഷാണോ എന്നുള്ളത്. അപ്പൊ അനുമോൾ തിരിച്ചതിന് വേണ്ട മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മറുപടി എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം എന്ത് കാര്യം വന്നാലും അതിന്റെ അനീഷിന്റെ പേരെടുത്തിടേണ്ട ആവശ്യമില്ല. ആ ഒരു വിഷയം അവർ തമ്മിൽ തീർത്ത് സോൾവ് ആക്കി ആ പ്രശ്നം അതോടുകൂടി അവസാനിപ്പിച്ചൊരു കാര്യമാണ്. എന്നിട്ട് പിന്നും അനീഷിന്റെ പേരൊക്കെ ആ ഒരു ടൈമിൽ വീണ്ടും എടുത്തിടുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടി അന്ന് അനുമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അനുമോൾ അന്നൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്റെ കല്യാണം ഉറപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ. എന്നിട്ട് ഇപ്പോ ഒരു ഉദ്ഘാടന ചടങ്ങിന് വന്നിട്ട് പറയുകയാണ്, ഞാൻ അന്ന് തമാശ പറഞ്ഞതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നുള്ള തരത്തിൽ. ഇത് എന്തുവാണ്? തരത്തിനനുസരിച്ച് അനുമോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ബിഗ് ബോസിൽ നമ്മൾ എന്താണോ കണ്ടത് അതുപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് അനുമോൾ പുറത്തിറങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഒരു തമാശ അനുമോൾ ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞിട്ടാണ് ഇത്ര വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് അനുമോൾക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ആ തമാശ പറച്ചിൽ വിടാനായിട്ട് അനുമോൾ ഇതുവരെയായിട്ട് തയ്യാറായിട്ടില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ ആ തമാശ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ, അതായത് ഈ അനുമോളാകട്ടെ അനീഷാവട്ടെ ഏതെങ്കിലും ഒരു വേദിയിലോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന ചടങ്ങിനോ ചെന്നെത്തുമ്പോഴത്തേക്കും അവർക്കൊക്കെ അറിയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, കല്യാണമായോ, അനീഷേട്ടൻ്റെ ഒത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നതായിട്ടാണ്. ഇപ്രാവശ്യം എനിക്കൊന്നും അത് കണ്ടില്ല എന്നുള്ളത്. അല്ലാതെ അനുമോളെ കാണുന്ന എല്ലാ വീഡിയോയിലും അനീഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും. ഇത്തവണ അതിന് വരെ കല്യാണം മാത്രമാണെന്ന് ഒന്ന് ചോദിച്ച കാര്യം. പക്ഷെ അത് അനുമോൾ അന്ന് പറഞ്ഞത് ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ അനീഷിനി മറ്റൊരാളെ കല്യാണം കഴിക്കുക, അനുമോൾ ഇനി മറ്റൊരാളെ കല്യാണം കഴിക്കുക, ഇത് രണ്ടും കഴിയുമ്പോൾ മാത്രമേ ഇവരുടെയൊക്കെ ഈ സംശയങ്ങൾ ശരിക്കും പറഞ്ഞാൽ തീരത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ ഇങ്ങനെ കല്യാണമായോ, കല്യാണം കഴിഞ്ഞോ, കല്യാണം എപ്പോഴാണ് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടാണെന്നൊന്ന് അനുമോൾ അന്ന് ചുമ്മാതെങ്കിലും അങ്ങ് അടിച്ചു വിട്ട കാര്യം എന്ന് പറയുന്നത്. ആ അനുമോള് തന്നെ ഇപ്പോ ആ പറഞ്ഞവരെ ശശിയാക്കുന്ന തരത്തിലോട്ടായിപ്പോ ഈ കാര്യങ്ങൾ.